പ്രണയതീരം ഭാഗം 9. കുറച്ചു കഴിഞ്ഞതും ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ വിശിഷ്ട അതിഥികൾ എത്തിയിരുന്നു. അതിൽ ഡോക്ടർമാരും ഉണ്ടായിരുന്നു. വെൽക്കം സ്പീച്ച് ചെയ്യുന്നതിനിടയിൽ ഒരു വിശിഷ്ട അതിഥിയെക്കുറിച്ച് പറഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ ഏറ്റവും മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് വാങ്ങിയ ഒരാളാണ്. മാത്രമല്ല നല്ലൊരു ബിസിനസ്മാനും കൂടിയാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ആദിത്യ വർമ്മ. ആ പേര് പറയുമ്പോൾ ചാരുലത കല്യാണിയെ നോക്കി. അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നതുപോലെ ചാരുവിന് തോന്നി. ആദിത്യ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. നിറഞ്ഞ കയ്യടിയോടെ എല്ലാവരും ഡോക്ടർ ആദിത്യ വർമ്മയെ സ്വീകരിച്ചു. ആദിത്യ സംസാരിച്ചതൊന്നും കല്യാണി ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ മനസ്സിൽ അമ്പലത്തിൽ നടന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും തൻ്റെ മുടി ആ തൃശൂലത്തിൽ ഉണ്ടോ എന്നറിയാൻ ഒരാഗ്രഹം തോന്നി. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും കൈയടിക്കുന്നത് കേട്ടാണ് കല്യാണി ആലോചനയിൽ നിന്നും ഉണർന്നത്. ആദിത്യ വിളക്കിൽ ദീപം തെളിയിച്ചു. ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോഴും ആദിത്യ കല്യാണിയെ തിരഞ്ഞുകൊണ്ടിരുന്നു. ആദി അവിടെ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഒരു കൈ വന്ന് അവനെ പിടിച്ചു. മുഖം വീർപ്പിച്ചുകൊണ്ട് ചാരു. ആദിക്ക് കാര്യം മനസ്സിലായി. താൻ ഇവിടെ വരുന്നത് ചാരുവിനോട് പറഞ്ഞിരുന്നില്ല. അതിൻ്റെ ദേഷ്യമാണ്. ചാരു, പിണങ്ങാതെ, ഞാനൊരു സർപ്രൈസ് തന്നതല്ലേ. എവിടെടാ എൻ്റെ കല്യാണി? ആദി ചോദിച്ചു. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ പേര് പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ ഒന്ന് വിടർന്നതുപോലെ എനിക്ക് തോന്നി, ചാരു പറഞ്ഞു. ആദി ഒന്ന് പുഞ്ചിരിച്ചു. ഹായ് ആദി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രാധിക. രാധിക ആദിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചാരുവിനെ നോക്കി. ആദി, നിനക്ക് ഈ കുട്ടി എങ്ങനെ അറിയാം? ആദി ചാരുവിനെ ചേർത്ത് പിടിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ. കയ്യിൽ ചാരു പിച്ചുന്നത് കണ്ട് ആദി നോക്കിയപ്പോൾ ചാരു കണ്ണുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കാൻ കാണിച്ചു. ആദി നോക്കിയപ്പോൾ കല്യാണിയും കൂട്ടരും വരുന്നത് കണ്ടു. ആദി കല്യാണിയെ നോക്കി ചിരിച്ചു. അവളും ആദിയെ നോക്കി ചിരിച്ചു. കല്യാണിയും കൂട്ടരും ആദിയുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ, ഇവിടെ ചിലർക്ക് ഹാർട്ട് ഡൊണേറ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത്, ദേവു പറഞ്ഞു. ആദിയും ചാരുവും രാധികയും ഒന്നും മനസ്സിലാവാതെ ദേവുവിനെ നോക്കി. ദേവു അങ്ങോട്ടൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെവിടെയായി പെൺകുട്ടികൾ ആദിയെ നോക്കി നിൽക്കുന്നു. അവൻ അവരെ നോക്കിയപ്പോൾ എല്ലാം കൈകൾ പൊക്കി ഹായ് പറഞ്ഞു. ഒരു പെൺകുട്ടി ആദിയുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ മാരീഡാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ആദി കല്യാണിയെ നോക്കി. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ആദി കല്യാണിയുടെ കണ്ണുകളിൽ നോക്കി തന്നെ പറഞ്ഞു, ഐ ആം നോട്ട് മാരീഡ്, ബട്ട് ഐ ആം ഇൻ ലവ് വിത്ത് എ ഗേൾ ആൻഡ് അവർ മാരേജ് വിൽ ഹാപ്പൻ സൂൺ. അത് കേട്ടപ്പോൾ കല്യാണിയുടെ കണ്ണുകളിൽ ഒരു പിടച്ചിൽ അവൻ കണ്ടു. ചാരുവും അത് ശ്രദ്ധിച്ചു. പക്ഷേ രാധിക കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. പക്ഷേ അവൾക്ക് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ വേറൊരു ടീച്ചർ വന്ന് വിളിച്ചുകൊണ്ടുപോയി. മറ്റൊരു സ്ഥലത്ത് ബഹളം നടക്കുന്നത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും അങ്ങോട്ട് പോയി. കല്ലു, അവിടെ എന്തോ വഴക്ക് നടക്കുന്നു, വാ നോക്കാം എന്ന് പറഞ്ഞ് കല്യാണിയും ആദിത്യയും ഒഴികെ ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയി. കല്യാണി പോകാൻ തുടങ്ങിയതും ആദിത്യ അവളുടെ കയ്യിൽ പിടിച്ചു. കല്യാണി അവനെ തിരിഞ്ഞു നോക്കി. കല്യാണി, ഞാൻ വാക്കുകൾ കൊണ്ട് എൻ്റെ പ്രണയം തന്നോട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നോട് എൻ്റെ പ്രണയം പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. തനിക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും വാക്കുകളായി ഞാൻ തന്നോട് പറയുന്നു. എൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാകാൻ താൻ വരുമോ? തന്നെ ഈ ആദിത്യ വർമ്മയുടെ ഭാര്യയായി എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഉത്തരം പെട്ടെന്ന് വേണ്ട. ഈ മെഡിക്കൽ ക്യാമ്പ് കഴിയുന്ന അന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ താൻ പൊയ്ക്കോ. ആദി കല്യാണിയുടെ കൈവിട്ടു. അവനെ തന്നെ നോക്കി നിന്ന അവളെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു. ആദി നടന്നു. കുറച്ചു ദൂരം നടന്ന ആദി തിരിഞ്ഞു നോക്കുമ്പോഴും കല്യാണി ഒരു പ്രതിമ കണക്കി നിൽക്കുന്നതാണ് കണ്ടത്. ആദി ചിരിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളം കൈയിൽ നോക്കി. അതിൽ കല്യാണിയുടെ കയ്യിൽ കിടന്ന ചെയിൻ ഉണ്ടായിരുന്നു. അത് ആദി ഊരിയെടുത്തത് പോലും അറിയാതെ കല്യാണി അവനെ നോക്കി നിന്നു. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് ദേവും കൂട്ടരും വന്നത്. അവൾ ഷോക്കേറ്റതുപോലെ നിൽക്കുന്നത് കണ്ടതും, എടി നിനക്കെന്താ പറ്റിയേ? കല്ലു, എന്താ പറ്റിയേ?
ദേവു അവളെ കുലുക്കി വിളിച്ചു. ഏ ആ, ഒന്നുമില്ല. എന്താ എന്താ നിനക്ക് പറ്റിയേ? നീ ആകെ വേർത്തല്ലോ. അത് പിന്നെ ഞാൻ ബ്ലഡ് കൊടുത്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത്? നീ ബ്ലഡ് കൊടുക്കുകയോ? നന്നായി. കൈയൊന്ന് മുറിഞ്ഞ് ബ്ലഡ് കാണുമ്പോഴേക്കും ബോധം പോകുന്ന നീയാണോ ബ്ലഡ് കൊടുക്കാൻ പോകുന്നത്? അത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ബ്ലഡ് കൊടുക്കും. നീ കൊടുക്കോ? ആ, കൊടുക്കും. എന്നാ ശരി, ഞങ്ങൾ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? കല്യാണി ചോദിച്ചു. എന്തിന്? ഞങ്ങളുടെ പള്ളി വക ഇടയ്ക്ക് ഇങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്, സോനു പറഞ്ഞു. ആണോ? എന്നാൽ ഞാനും കൊടുക്കും നാളെ. ആ, കൊടുക്കും. പിന്നീട് അവരെല്ലാവരും അവളെ കളിയാക്കി. അതെ, അവിടെ എന്തായിരുന്നു ബഹളം? അതോ, ഒരു ചേട്ടൻ്റെ വണ്ടിയിലേക്ക് മറ്റൊരു ചേട്ടൻ്റെ വണ്ടി വീണു. അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നതാ. അതുപോട്ടെ, എന്നാൽ നമുക്ക് വീട്ടിൽ പോയാലോ? നാളെ ഒരു മഹത്തായ കാര്യം ചെയ്യാനുള്ളതല്ലേ? ദേവു കല്യാണിയെ കളിയാക്കി. പിന്നീട് അവരെല്ലാവരും വീട്ടിലേക്കെത്തി. ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളുമായി ആ ദിവസം നന്നായി തന്നെ പോയി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞാണ് കല്ലുവും ദേവുവും കൂടി വീട്ടിലെത്തിയത്. അതെ, കനകാമേ, ഇന്നത്തെ ദിവസം മഹത്തായൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്, ദേവു വിളിച്ചു പറഞ്ഞു. എന്ത് കാര്യം? ഞങ്ങളെല്ലാവരും ഇന്ന് ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാൻ പോവുകയാണ്. അതെയോ? നല്ല കാര്യമാണല്ലോ. ആ, അതെ. പിന്നെ ഇന്ന് കല്ലുവുണ്ട്. കല്ലുണ്ടോ? ആ, ഉണ്ട്. എന്തൊരു ഞെട്ടല്. അല്ല, മോൾക്ക് ബ്ലഡ് കാണുന്നത് പേടിയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മേ, ഞാൻ കൊടുക്കാൻ പോവാണെന്ന്. മോളെ, നല്ല കാര്യമാണ്, മോള് കൊടുത്തോ. അത് നല്ലതല്ലേ? ആ, എനിക്കറിയാം എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ പോകുന്നത് കണ്ടതും, മോളെ ദേവു, ഒന്ന് നോക്കിക്കൊള്ളേ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. ചുമ്മാ ചിലപ്പോൾ കൊടുക്കില്ല. ഏയ്, ആ പോക്ക് കണ്ടിട്ട് കൊടുക്കുന്ന തോന്നുന്നത്, കനകാമ്മ പറഞ്ഞു. ഭക്ഷണമെല്ലാം കഴിച്ച് അന്ന് അവർ കോളേജിലെത്തി. കോളേജിൽ എല്ലാവരും അതിൻ്റേതായ ചർച്ചകളിലായിരുന്നു. നീ ഓർഗൻ ഡൊണേഷൻ കൺസെൻറ്റിൽ സൈൻ ചെയ്യുന്നുണ്ടോ? ദേവു ചോദിച്ചു. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യം നമുക്ക് ബ്ലഡ് കൊടുത്തിട്ട് വരാം, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം. അവരെല്ലാവരും ബ്ലഡ് ഡൊണേഷൻ കൊടുക്കുന്നിടത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം എല്ലാ കുട്ടികളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അതെ. എന്നാൽ ആ മുറിയിലേക്ക് പോയിക്കോളൂ. അവിടെ ഒരു ക്ലാസ് റൂം കാണിച്ചുകൊണ്ട് ഒരു നേഴ്സ് പറഞ്ഞു. അവർ അവിടെ ചെല്ലുമ്പോൾ 2 കുട്ടികൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടേക്ക് കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞതും അവർ 4 ബെഡുകളിലായി ഇരുന്നു. കർട്ടൻ കൊണ്ട് അത് മറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നേഴ്സ് കല്ലുവിൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ പേടിയും വെപ്രാളവും കണ്ട്, ആദ്യമായിട്ടാണോ? അതെ. പേടിക്കണ്ട കേട്ടോ, ഇത് നല്ലൊരു കാര്യമാണ്. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഒരു ജീവൻ പോലും ചിലപ്പോൾ രക്ഷപ്പെടാം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കുക. ആ നേഴ്സ് പറഞ്ഞതും അവൾ ചെറിയൊരു പുഞ്ചിരി സമ്മാനിച്ചു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് ആ ബെഡിൽ കിടന്നു. അപ്പോഴാണ് ആ റൂമിൻ്റെ വാതിക്കൽ ആദിത്യ വന്നത്. അവൻ അവളുടെ കാണിക്കലെല്ലാം രാവിലെ മുതൽ കാണുന്നുണ്ടായിരുന്നു. അവൾ ആ മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ആദിത്യ വന്നത്. അവൻ അവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് കണ്ണുകൾ മുറുക്കി അടച്ച് കിടക്കുന്ന കല്ലുവിനെയാണ്. നേഴ്സ് അവളുടെ ബ്ലഡ് എടുക്കാൻ പോകുന്നത് കണ്ടതും ആദി അങ്ങോട്ട് ചെന്നു. ഇത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ആദി പതിയെ ആ നേഴ്സിനോട് പറഞ്ഞു. അവൻ ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന കല്ലുവിനെ ഒന്ന് നോക്കി. ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ അവളുടെ അടുത്തിരുന്നു. കല്യാണി, അവൻ വിളിച്ചതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. അവൾ എഴുന്നേക്കാൻ പോയതും, എഴുന്നേക്കണ്ട, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? എന്താ, പേടിയുണ്ടോ? ആദ്യമായിട്ടാണോ? എന്താ എല്ലാത്തിനും മൂളുന്നത്? ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒന്നുമില്ല. ബ്ലഡ് എടുക്കട്ടെ? എടുത്തോ. അവൾ വീണ്ടും കണ്ണടച്ച് കിടക്കുന്നത് കണ്ടതും ചെറിയൊരു പുഞ്ചിരിയോടെ ആദി അവളുടെ ബ്ലഡ് എടുക്കാൻ തുടങ്ങി. ചെറിയൊരു വേദന പോലും ഇല്ലാതെയാണ് ആദി അവളിൽ നിന്ന് ബ്ലഡ് എടുത്തത്. ആദി പതിയെ അവളുടെ കയ്യിൽ തലോടിക്കൊണ്ടിരുന്നു. അപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെയാണ് അവൾ കിടന്നത്. അല്പസമയം കഴിഞ്ഞതും, കല്യാണി,
ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നറിയോ തൻ്റെ? ആദി ചോദിച്ചു. ബി പോസിറ്റീവ്, കല്യാണി പറഞ്ഞു. നമ്മൾ രണ്ടും ഒന്നാണല്ലോ, ആദി ആരും കേൾക്കാതെ അവളുടെ അടുത്ത് പറഞ്ഞു. എന്താ? കല്യാണി ചോദിച്ചു. അല്ല, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണല്ലോ എന്നാ പറഞ്ഞത്. അവൾ അവളുടെ കയ്യിലേക്ക് നോക്കി. ബ്ലഡ് എടുത്തോ? അവൾ ചോദിച്ചു. ആഹാ, ഇപ്പോഴാണത് ചോദിക്കുന്നേ? എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞില്ല. അറിയാതെയല്ലേ ഞാൻ എടുത്തത്. ഓർഗൻ ഡൊണേഷൻ കൺസെൻറ്റിൽ സൈൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഹൃദയം ഉണ്ടാവില്ലല്ലോ? അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ, ഹൃദയം ഉണ്ടാവില്ലല്ലോ എന്ന് അവൻ അവളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? അതേനേ, അത് എൻ്റെ കയ്യിലല്ലേ. ഇപ്പോൾ ബ്ലഡ് എടുത്തതിൻ്റെ കൂട്ടത്തിൽ ആ ഹൃദയം പൂർണ്ണമായിട്ടും ഞാനിങ്ങ് എടുത്തു, ആദി പറഞ്ഞു. അത് കേട്ടതും പെട്ടെന്ന് അവൾ എഴുന്നേക്കാൻ പോയതും, പെട്ടെന്ന് എഴുന്നേക്കണ്ട, ചിലപ്പോൾ തലകറക്കം ഉണ്ടാവും, കുറച്ചു നേരം ഇവിടെ ഇരിക്കുക, ആദി പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ട് അച്ചുവും സോനുവും വന്നത്. കല്ലു, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അവൾ പറഞ്ഞു. എന്നാ കല്ലു, നീ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ദേവുവിനെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അച്ചുവും സോനുവും ദേവുവിനെ വിളിക്കാനായി പോയി. ഏട്ടാ, ഇതാ ഏട്ടൻ പറഞ്ഞ സാധനം. ചാരു 2 കുപ്പികളുമായി വന്നു. കല്യാണി ആദിയെയും ചാരുലതയെയും നോക്കി. ഒന്നും മനസ്സിലായില്ലല്ലേ? ചാരു ചോദിച്ചു. കല്യാണി ഇല്ല എന്ന് തലയാട്ടി. ഏട്ടൻ ഏട്ടത്തിക്ക് കൊടുക്കാൻ ജ്യൂസ് വാങ്ങി ഇങ്ങോട്ട് വരാൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ജ്യൂസ് വാങ്ങി വന്നു. ചാരുലത ഏട്ടത്തി എന്ന് വിളിച്ചപ്പോൾ കല്യാണിയിൽ ഒരു ഞെട്ടലുണ്ടാക്കി. അത് ചാരുവും ആദിയും ശ്രദ്ധിച്ചു. കല്യാണി, ഇത് എൻ്റെ ആദ്യേട്ടനാണ്. അപ്പോൾ ആദ്യേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന കല്യാണി എനിക്ക് ഏട്ടത്തി തന്നെയല്ലേ? അല്ലേ ഏട്ടാ? ചാരു ആദിയെ നോക്കി. ആദി അപ്പോഴും കല്യാണിയെ നോക്കി ഒരു പുഞ്ചിരിയുമായി ഇരുന്നു. ഏട്ടാ, ഏട്ടത്തിക്ക് ഈ ജ്യൂസ് കൊടുക്കൂ, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് ചാരു അവിടെ നിന്നും പോയി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, കല്യാണി ആദിയെ നോക്കി പറഞ്ഞു. ഞാൻ ഇന്നലെ ചോദിച്ചതിനുള്ള മറുപടിയാണെങ്കിൽ അത് എനിക്ക് നാളെ അറിഞ്ഞാൽ മതി. നാളത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് നാളെ പറഞ്ഞാൽ മതി. പക്ഷേ തൻ്റെ മറുപടി വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും തൻ്റെ ഈ മനോഹരമായ മിഴികൾ കൊണ്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞു കല്യാണി. ആദി കല്യാണിയുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. കല്യാണിയും ആദിയും കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആദി പറഞ്ഞത് കേട്ടതും പെട്ടെന്ന് കല്യാണി നോട്ടം മാറ്റി. ആദി കല്യാണിക്ക് ജ്യൂസ് കൊടുത്തു. കല്യാണി വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് കൊടുത്തു. കല്യാണിയുടെ മനസ്സിൽ എന്തുകൊണ്ടോ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. കല്ലു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ദേവു വന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു നിന്റെ ബോധം പോയി കാണുന്നു. നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവു. നിനക്ക് വേദനിച്ചോ? ദേവു ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞ് കല്യാണി ആദിയെ നോക്കി. ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയുമായി ആദി അവളെ നോക്കി. ഡോക്ടറാണോ കല്യാണിയുടെ ബ്ലഡ് എടുത്തത്? ദേവു ചോദിച്ചു. കല്യാണി ഒന്ന് മൂളി. നിങ്ങൾ സംസാരിക്ക്, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആദി കല്യാണി നോക്കി. ക്ഷീണമുണ്ടെങ്കിൽ അത് മാറിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ആദി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. കുറച്ചു നേരം കൂടി കല്യാണി അവിടെ ഇരുന്നു. പുറത്തേക്ക് വന്നിട്ടും കല്യാണിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ദേവു, നമുക്ക് വീട്ടിൽ പോകാം, എനിക്ക് നല്ല തലവേദനിക്കുന്നു. കല്യാണിക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നായിരുന്നു. പോണോ നിനക്ക്? തീരെ പറ്റുന്നില്ലടാ കല്ലു. ഇല്ലടാ, എനിക്ക് പോകണം, കല്യാണി പറഞ്ഞു. എന്നാ അച്ചു, സോനു, നമുക്ക് പോകാം. കല്ലു, നീ വണ്ടി ഓടിക്കണ്ട, ഞാൻ വണ്ടി എടുക്കാം, ദേവു പറഞ്ഞു. കല്യാണി പോകുന്നത് നോക്കി ആദിയും ചാരുവും നിന്നു. ആദ്യേട്ടാ, നാളെ കല്യാണിയുടെ മറുപടി എന്തായിരിക്കും? ഏട്ടന് ടെൻഷനുണ്ടോ? ഇല്ല ചാരു, കല്യാണിയുടെ കണ്ണുകളിൽ എന്നോടുള്ള ഇഷ്ടം ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ അവൾ അത് തുറന്നു പറഞ്ഞാൽ മതി. പക്ഷേ അവൾ ആരെയോ പേടിക്കുന്നു. ഒരുപക്ഷെ വീട്ടുകാരെ ആവാം. എന്തായാലും ഈ ആദിത്യവർമ്മയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കല്യാണിയായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും പ്രണയിച്ച ഒരേ ഒരു പെണ്ണ് അത് കല്യാണിയാണ്. അവളെ ഞാൻ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നഷ്ടപ്പെടുത്തില്ല മോളെ. എൻ്റെ അമ്മ പറയാറുള്ള പോലെ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ അവൻ്റെ നല്ല പാതിയായി
ഒരു സ്ത്രീ ഉണ്ടാകും എന്ന്. ഈ ആദിത്യൻ്റെ നല്ല പാതിയായി അവൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. വീട്ടിൽ ചെന്നിട്ടും കല്യാണി തലവേദനയാണെന്ന് പറഞ്ഞ് മുറിയിൽ പോയി കിടന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും കല്യാണി വന്നില്ല. ബ്ലഡ് കൊടുത്തതിൻ്റെ ക്ഷീണമാകും എന്ന് കരുതി കനകം അവളെ വിളിച്ചില്ല. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വന്നോളും എന്ന് വിചാരിച്ചു. വൈകിട്ട് ചായ കുടിക്കാൻ സമയമായിട്ടും അവളെ കാണാതായപ്പോൾ കനകം കല്യാണിയുടെ റൂമിലേക്ക് പോയി. കല്യാണി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴും ഈ കുട്ടി ഇതെന്തുവാ ഇത്രയും നേരമായിട്ടും എഴുന്നേക്കാത്തത്? മോളെ കല്ലു, എടാ കല്ലു, എന്താ പറ്റി അമ്മയുടെ മോക്ക്? ഇന്ന് വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മയുടെ മോള് നല്ലൊരു കാര്യം ചെയ്തിട്ട് വന്നതല്ലേ, എന്താ പറ്റിയേ? എഴുന്നേക്കടാ. കല്യാണി എഴുന്നേറ്റു. ആ മുഖം കണ്ടപ്പോൾ കനകത്തിന് സങ്കടം വന്നു. അമ്മയുടെ കല്ലു കരഞ്ഞോ? ബ്ലഡ് എടുത്തപ്പോൾ വേദനിച്ചോ? സാരമില്ല കേട്ടോ, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഈ ക്ഷീണം എല്ലാം മാറിക്കോളും. വാടാ, നീ ഇങ്ങനെ ഇരുന്ന അമ്മയ്ക്ക് വിഷമമായില്ലേ? അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ കല്യാണിക്കും സങ്കടമായി. എൻ്റെ അമ്മക്കിളി കരയുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേദനിച്ചില്ല. അമ്മ ബ്ലഡ് എടുത്തത് ഞാൻ അറിഞ്ഞു പോലുമില്ല. നല്ല തലവേദന ഉണ്ടായിരുന്നു, ഇപ്പം മാറി. എനിക്ക് വിശക്കുന്നു അമ്മ, എന്തെങ്കിലും കനത്തിൽ തായോ? എൻ്റെ മോള് വേഗം മുഖം കഴുകി താഴേക്ക് വാ, അമ്മ ഭക്ഷണം എടുത്തു വയ്ക്കാം. കല്യാണി കെട്ടിപ്പിടിച്ച് കനകത്തിൻ്റെ കവിളിൽ ഉമ്മ കൊടുത്തു. ഞാൻ ദാ വന്നു എന്ന് പറഞ്ഞ് കല്ലു വാഷ്റൂമിലേക്ക് പോയി. രാത്രി എല്ലാവരോടും ചിരിച്ചും കളിച്ചും സംസാരിച്ചിരുന്നുവെങ്കിലും അവളുടെ മനസ്സിൽ ആദിയുടെ മുഖം തെളിഞ്ഞു വന്നു. രാത്രി അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. നാളെ ആദിത്യയോട് എന്ത് പറയുമെന്നറിയാതെ അവൾ വിഷമിച്ചു. നാളെ കോളേജിൽ പോകണ്ട എന്ന് കല്യാണി തീരുമാനിച്ചു. അവൾ കിടന്നു. രാവിലെ കല്യാണി അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. ദേവുവിന് വരാൻ പറ്റില്ലായിരുന്നു. ദേവു ഇല്ലാത്ത കാരണം കല്യാണി നടന്നാണ് അമ്പലത്തിൽ പോയത്. നടക്കുമ്പോൾ മുഴുവനും ആദിത്യയും അവൻ പറഞ്ഞ വാക്കുകളുമായിരുന്നു അവളുടെ മനസ്സിൽ. കല്യാണി തിരുനടയിൽ നിന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ആദിത്യയെ സ്നേഹിക്കുന്നുണ്ട്. ആദ്യമായി കണ്ടപ്പോൾ മുതൽ എൻ്റെ ആരോ ആണെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇന്നതിന് എനിക്ക് പറ്റുന്നില്ല. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഭഗവാനെ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നടക്കട്ടെ. പക്ഷേ അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. എന്നെ ഓർത്ത് അദ്ദേഹം വിഷമിക്കരുത്. കൂടെ ഉണ്ടാകണം. കല്യാണി പ്രാർത്ഥിച്ച് തിരിയുമ്പോൾ ആദിത്യ മുന്നിൽ നിൽക്കുന്നു. കല്യാണി വേഗം പുറത്തേക്കിറങ്ങി. ആദിയെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ ഉപദേവതകളെ തൊഴുത് കല്യാണി അമ്പലത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വേഗം നടന്നു. പെട്ടെന്ന് ഒരു വണ്ടി അടുത്ത് വന്ന് നിന്നു. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആദിത്യ ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. എന്ന് കാണുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ പുഞ്ചിരി ഇന്നുണ്ടായിരുന്നില്ല എന്ന് അവൾ ശ്രദ്ധിച്ചു. ആദി കോ ഡ്രൈവിംഗ് സീറ്റ് ഡോറ് തുറന്ന് കല്യാണിയെ അതിലേക്ക് കയറ്റിയിരുത്തി. ആദി വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു. കല്യാണിയെ നോക്കി. ഞാൻ ഇന്നാണ് തന്നോട് മറുപടി പറയാൻ പറഞ്ഞത് അല്ലേ? എനിക്കറിയാം താൻ ഇന്ന് കോളേജിൽ വരില്ലായിരുന്നു എന്ന്, ശരിയല്ലേ? അത് എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, മറ്റെന്തോ കാരണമുണ്ട്. അതെനിക്ക് മനസ്സിലായി. കല്യാണി, കാരണം എന്തായാലും താൻ പറഞ്ഞോ, നമുക്ക് ശരിയാക്കാം. കല്യാണി ഒന്നും പറയാതെ തല കുമ്പിട്ടിരുന്നു. ആദി കല്യാണിയുടെ കയ്യിൽ പിടിച്ചു. ആ കൈകൾ തണുത്ത് മരവിച്ചിരുന്നു. ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി എനിക്ക് താൻ മറുപടി തരണ്ട. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി താൻ എനിക്ക് തന്നു കഴിഞ്ഞു. പക്ഷെ തനിക്ക് എന്തുകൊണ്ടോ എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ പറ്റാത്തത്? തൻ്റെ വിഷമത്തിൻ്റെ കാരണം മാത്രം പറഞ്ഞാൽ മതി. പറയ് കല്യാണി, താൻ ഒന്നും മിണ്ടാതിരുന്നു കൊണ്ട് എന്നെ വിഷമിപ്പിക്കല്ലേ. ആദിയുടെ വാക്കുകൾ ഇടറിയിരുന്നു എന്ന് കല്യാണിക്ക് മനസ്സിലായി. എൻ്റെ കല്യാണം വേറൊരാളുമായി ഉറപ്പിച്ചതാണ്. ഇനി ആര് വിചാരിച്ചാലും അത് മാറില്ല. ഈ ഞാൻ വിചാരിച്ചാൽ പോലും മാറില്ല. 11 ദിവസം കഴിഞ്ഞ എൻ്റെ എൻഗേജ്മെൻ്റാണ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, എല്ലാവരും കേട്ട് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.